ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. ബാങ്ക് മാനേജർ ചമഞ്ഞ് തട്ടിപ്പ് തൊഴിലാക്കിയ യുവാവ് പിടിയിൽ. എറണാകുളം എടപ്പള്ളി VTC മാളിയേക്കൽ റോഡ് അമൃതം ഖൗരിയിലെ 39-കാരനായ കിഷോർ ശങ്കരനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ചുങ്കത്തറ സ്വദേശിയുടെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ മാസം 27-ന് ചുങ്കത്തറയിലെ മൊബൈൽ ഫോൺ കടയുടമ ചെന്നൈയിലേക്ക് ബിസിനസ് ആവശ്യാർത്ഥം ട്രെയിനിൽ പോകുന്ന സമയം അതേ കമ്പാർട്ട്മെന്റിലെ മറ്റൊരു യാത്രക്കാരൻ താൻ കാനറ ബാങ്ക് മാനേജറാണെന്നും തിരുപ്പതിയിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെന്നും കൂടെ സുഹൃത്തേത് പരിചയപ്പെടുത്തിയ മറ്റൊരു ആന്ധ്ര വിജയവാഡ സ്വദേശി ഡോക്ടറാണെന്നും മറ്റും പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു. വില കൂടിയ 3 ഫോണുകൾ ആവശ്യമുണ്ടെന്നും തിരിച്ചെത്തിയാൽ മഞ്ചേരിയിൽ ബാങ്ക് ഓഡിറ്റിന് വരുന്നുണ്ടെന്നും അവിടെ എത്തിച്ചു തരാൻ ഓർഡർ നൽകുകയും ചെയ്ത ശേഷം പരസ്പരം മൊബൈൽ ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ നിന്നും ചുങ്കത്രയിൽ മടങ്ങിയെത്തിയ മൊബൈൽ ഫോൺ കട ഉടമയെ തേടി ബാങ്ക് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടയാൾ യാദൃശ്ചികമായി വരികയും ഫോണുകൾ നോക്കി വാങ്ങിയ ശേഷം ഗൂഗിൾ പേ വഴി പണം അയക്കാൻ ശ്രമിക്കുകയും എന്നാൽ പണം അക്കൗണ്ടിൽ എത്തിയ മെസ്സേജ് വന്നിട്ടില്ല എന്ന് ഷോപ്പുടമ പറഞ്ഞപ്പോൾ നെറ്റ് ഇഷ്യൂ ആണ്, കയറിക്കോളും എന്ന് പറഞ്ഞ് 27,000 രൂപ വില വരുന്ന 3 ഫോണുകളുമായി പോവുകയായിരുന്നു. ശേഷം കടയുടമ വിളിക്കുമ്പോഴെല്ലാം പണം നൽകാതെ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. തുടർന്ന് കട ഉടമയ്ക്ക് ബാങ്കിൽ നിന്നും വലിയ തുകയുടെ ലോൺ ശരിയാക്കി കൊടുക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിന്റെ പ്രോസസിംഗ് ചെലവിലേക്കായി 5,000 രൂപ കൂടി ആവശ്യപ്പെട്ട് വിളിക്കാനും തുടങ്ങി. ഇയാളുടെ വേഷവും സംസാരവും കണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിച്ചത് കാരണം സംശയിച്ചതുമില്ല. പണം ആവശ്യപ്പെട്ട് പല ഫോൺ നമ്പറിൽ നിന്നായി വാട്സപ്പ് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ കടയുടമയ്ക്ക് കബളിപ്പിക്കപ്പെട്ടതായി സംശയം തോന്നി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് എടക്കര പോലീസും പ്രത്യേക അന്വേഷണ സംഘവും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ലഭിച്ച പ്രതിയുടെ ഫോട്ടോ പുറത്തുവിട്ടതോടെയാണ് ഇന്നലെ ഉച്ചയോടെ മഞ്ചേരി ടൗണിൽ മൊബൈൽ കടയിൽ ഇതേ പ്രതി എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്. മഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ എടക്കരയിൽ എത്തിച്ച ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിൽ പ്രതി സംസ്ഥാനത്തിനകത്തും പുറത്തും ഇത്തരം നിരവധി തട്ടിപ്പുകൾ നടത്തി ആർഭാട ജീവിതം നയിച്ചു വരുന്നയാളാണെന്നും 2021-ൽ തൃശൂർ വെസ്റ്റ് പോലീസിന് ഇയാളെ സമാന കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ കഴിഞ്ഞു വരികയാണെന്നും മനസ്സിലായി. അവിവാഹിതനായ പ്രതി കിഷോർ ശങ്കർ 4 വർഷമായി വീട് വിട്ട് ചുറ്റിക്കറങ്ങി തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു. പല മേൽവിലാസം നൽകുന്നതിനാൽ കബളിപ്പിക്കപ്പെടുന്നവർക്കും പോലീസിനും പ്രതിയെ കണ്ടുപിടിക്കാനും പ്രയാസമായിരുന്നു. പ്രതി സ്വന്തം പേരിൽ സിം കാർഡ് എടുക്കാത്തതും കബളിപ്പിക്കലിന് വേണ്ടി മാത്രമേ മൊബൈൽ നമ്പർ ഉപയോഗിക്കാറുള്ളൂ എന്നതും പോലീസിനെ കുഴക്കിയിരുന്നു. ചുങ്കത്രയിലെ കടയുടമയെ കബളിപ്പിച്ച് കൈക്കലാക്കിയ ഫോണുകൾ, വിവിധ ബാങ്കുകളുടെ ATM കാർഡുകൾ, വിസിറ്റിംഗ് കാർഡുകൾ, ലോൺ അപേക്ഷ ഫോറങ്ങൾ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. പ്രതി എപ്പോഴും തീർത്ഥാടക വേഷം ധരിക്കുന്നതിനാലാണ് എളുപ്പത്തിൽ ആളുകൾ കബളിപ്പിക്കലിന് ഇരയാകുന്നത്. പെരിന്തൽമണ്ണയിൽ മുറിയെടുത്ത് താമസിച്ച് ദിവസവും മഞ്ചേരി എത്തിയാണ് തട്ടിപ്പുകൾ നടത്തി വന്നിരുന്നത്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എടക്കര പോലീസ് ഇൻസ്പെക്ടർ അനീഷ്, സബ് ഇൻസ്പെക്ടർമാരായ റോബർട്ട്, ശിവകുമാർ, M. അസൈനാർ, ASI മുജീബ്, SCPO സലീം പൂവത്തിക്കൽ, CPO ഷെഫീഖ് എന്നിവരും ഡാൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത്. ഈസ്റ്റ് ലൈവ്, എടക്കര.